19 വയസ്സുകാരൻ HIV ബാധിതനാണെന്ന് തെറ്റായ റിപ്പോർട്ട് നൽകിയ കോഴിക്കോട്ടെ അലിയ ഡയഗ്നോസിസ് ലാബ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടി. ഡിഎംഒ എത്തി പരിശോധന നടത്തിയ ശേഷമാണ് ലാബ് തുറക്കാവൂ എന്നാണ് നിർദ്ദേശം. ഹീമോഫീലിയ രോഗിയായ 19കാരൻ HIV പോസിറ്റീവാണെന്ന് കാട്ടി റിപ്പോർട്ട് നൽകിയ കോഴിക്കോട്ടെ ആലിയ ഡയഗ്നോസിസിനെതിരെ നടപടി ആവശ്യം ശക്തമായതിനിടെയാണ് ഉപരോധ സമരവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തിയത്. പോലീസ് എത്തി ലാബ് പൂട്ടണമെന്നും ഡിഎംഒ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യം. സമരത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ലാബ് താൽക്കാലികമായി അടപ്പിച്ചു. വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇനി ലാബ് തുറന്നു പ്രവർത്തിക്കാവൂ എന്നും തീരുമാനമായി. ബുധനാഴ്ച വൈകിട്ടായിരുന്നു രക്തസാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ആലിയ ലാബിൽ നിന്ന് തെറ്റായ റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് പരാതിയുമായി രക്ഷിതാവ് രംഗത്തെത്തി. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് HIV പോസിറ്റീവായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് വേറെ 3 പരിശോധന കൂടെ നടത്തണം. നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് എന്താ വെച്ചാൽ നോക്കിയതിന് ശേഷം ഒന്നും കൂടെ പ്രൂഫ് വരുത്തണം. ഇതിങ്ങനെ പല ലാബുകളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്, തെറ്റായ റിസൾട്ടുകൾ തന്നിട്ട്. ഇതിനു മുമ്പ് വേറെ രോഗികൾ ഇതേമാതിരി HIV പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കണം. അതൊക്കെ അവർ ഒതുക്കി തീർത്തിക്കാണ്. ലാബിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം. കെ അനൂപ് ദാസ്, ന്യൂസ് 18, കോഴിക്കോട്.